ചരിത്ര സ്മരണകൾ ഉയർത്തി നിലകൊള്ളുന്ന നേര്യമംഗലം പാലത്തിന് ഇന്ന് 89 വയസ്സ്. ദക്ഷിണേന്ത്യയിലെ പ്രഥമ ആർച്ച് പാലമാണ് കേരളത്തിലെ എറണാകുളം, ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേര്യമംഗലം പാലം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ഭായിയുടെ കാലത്ത് 1924 പാലം നിർമ്മാണം ആരംഭിച്ചത്. 1935 മാർച്ച് 2 ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ഇപ്പോൾ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പുതിയ പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം, ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേര്യമംഗലം പാലത്തിന് ഇന്ന് 89ാം പിറന്നാൾ. ദക്ഷിണേന്ത്യയിലെ പ്രഥമ ആർച്ച് പാലമാണ് നേര്യമംഗലം പാലം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ഭായിയുടെ കാലത്ത് 1924 പാലം നിർമ്മാണം ആരംഭിച്ചത്. 1935 മാർച്ച് 2 ശ്രീ ചിത്തിര തിരുനാൾ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും തട്ടേക്കാട്, പൊയ്യംകുട്ടി, മാങ്കുളം വഴിയായിരുന്നു മൂന്നാറിലേക്കുള്ള ആദ്യ പാത. ഹൈറേഞ്ചിൽ നിന്നും സുഗന്ധ വ്യഞ്ജനങ്ങളടക്കം എല്ലാ വ്യാപാര വ്യവഹാരങ്ങളും കൊച്ചിയിലേക്ക് എത്തിച്ചിരുന്നത് ഈ പാത വഴിയായിരുന്നു. പുതിയ പാതയിലുള്ള വിധം ചെങ്കുത്തായ കയറ്റങ്ങളോ വളവുകളോ ഈ പാതയിൽ ഉണ്ടായിരുന്നില്ല. 1924 ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ രാജപാതയിലെ കരിന്തിരി മലയിടിഞ്ഞ നാമാവശേഷമായി. പൊയ്യംകുട്ടി മുതൽ മാങ്കുളം വരെയുള്ള പാത വെള്ളപ്പൊക്കത്തിൽ തകർന്നടിഞ്ഞു. തന്മൂലം കൊച്ചിയുമായി ഉണ്ടായ വ്യാപാര ബന്ധങ്ങൾ ഇല്ലാതായി. തുടർന്ന് ആലുവ മുതൽ മൂന്നാർ വരെ പുതിയ പാതയും പെരിയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കാൻ സേതുലക്ഷ്മിഭായി ഉത്തരവിട്ടു. സമീപവാസികളുടെ സഹകരണത്തോടെ 10 വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയായത്. ഹൈറേഞ്ചിന്റെ വ്യാപാര വ്യവസായ മേഖലയ്ക്ക് പുതിയ കരുത്ത് നൽകിക്കൊണ്ട് 1935 മാർച്ച് 2 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. സേതുലക്ഷ്മി ഭായിയുടെ പേരിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 1935 ശേഷം ഹൈറേഞ്ചിലുണ്ടായ എല്ലാ വളർച്ചയിലും നേര്യമംഗലം പാലത്തിന് മുഖ്യ പങ്കുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൈറേഞ്ചിലേക്കുള്ള കുടിയേറ്റത്തിന് വഴിയൊരുക്കിയതും നേര്യമംഗലം പാലമാണ്. 4.9 മീറ്ററാണ് പാലത്തിലെ പാതയുടെ വീതി. 214 മീറ്ററാണ് പാലത്തിന്റെ ആകെ നീളം. പാലത്തിലെ ആർച്ചുകൾ സ്പാനുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പുതിയ പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പാലം വരുന്നതോടെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് നേര്യമംഗലം പാലം സംരക്ഷിക്കുവാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.